പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 21-ാം തീയതി ജൂലൈ 21 ഇതിഹാസ പുരുഷനായിരുന്ന VS അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപോയിട്ട്, ഭൗതികമായി നമ്മളെ വിട്ടുപോയിട്ട് 1 കൊല്ലം തികയുന്ന ദിവസമായിരുന്നു. അതിൻ്റെ തലേ ദിവസം വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് നമ്മളിതുവരെ മറന്നിട്ടുണ്ടാവില്ല. അതായത് ആ 21-ൻ്റെ തലേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ ദേശാഭിമാനിയുടെ സപ്ലിമെൻറ്റിൽ, വാരാന്ത പതിപ്പിൽ ആമുഖ ലേഖനം VS അച്യുതാനന്ദനെ കുറിച്ചിട്ടായിരുന്നു. KV സുധാകരൻ എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ്റെ ഒരു ശിഷ്യൻ എഴുതിയ ഒരു വലിയ ലേഖനം, കടലിരമ്പം, ഓർമ്മയിലെ ആ കടലിരമ്പം എന്ന് പറയുന്ന ഒരു ലേഖനം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ വാരാന്ത പതിപ്പ് ഇറങ്ങിയില്ല. സാങ്കേതികമായിട്ടുള്ള കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിവെച്ചു എന്നുള്ള വാർത്തയുമായിട്ടാണ് അന്ന് രാവിലെ ദേശാഭിമാനി പത്രം ഇറങ്ങിയത്. പക്ഷേ ദേശാഭിമാനി പത്രം ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്ത് വാർത്ത പരന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ ഈ വാരാന്ത പതിപ്പ് ഇറങ്ങിയിട്ടില്ല, അത് VS അച്യുതാനന്ദൻ്റെ ആമുഖ ലേഖനമുള്ള ഒരു വാരാന്ത പതിപ്പായിരുന്നു, അത് ഇങ്ങനെ ഒരു സാങ്കേതിക തകരാറെന്നും പറഞ്ഞിട്ടാണ് അത് ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത മാധ്യമങ്ങളിലൊക്കെ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് VSൻ്റെ ലേഖനം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള നിലയിൽ കുറച്ചു നേരം വാർത്തകൾ ഇങ്ങനെ പരന്നു. അത് സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ആ വാരാന്ത പതിപ്പിൻ്റെ അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ഒരു ലേഖനം ഉണ്ടായിരുന്നുവെന്നും, അപ്പോൾ 1-ാം പേജിൽ VSനെ പ്രകീർത്തിക്കുന്ന ലേഖനവും അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന് പറയുന്നൊരു ലേഖനവും കൂടി വരുമ്പോൾ ഇത് തമ്മിലുള്ള താരതമ്യം വരുമെന്നും, വിജയനും VSുമായിട്ടുള്ള താരതമ്യം വരുമെന്നും, വിജയൻ അതിലൂടെ വലിയ തോതിൽ മോശമാക്കപ്പെടുമെന്നും, VS മഹത്വവൽക്കരിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഒക്കെ പുറത്തു വന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതാണ് കാരണം എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. ഈ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞൊരു ലേഖനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. ഏതാണ്ട് വൈകിട്ടോടുകൂടിയൊക്കെ ആയപ്പോൾ ആ പേജിൻ്റെ എഡിറ്ററായിട്ടുള്ള KR അജയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീനിയർ റിപ്പോർട്ടർ, അയാൾക്ക് എതിരെ അച്ചടക്ക നടപടി എടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നു. 4 മണിക്കുള്ളിൽ തന്നെ അയാൾക്ക് മറുപടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. അയാളത് പിന്നീട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നത് നമ്മൾ അന്ന് കണ്ടതാണ്. അത് വലിയ വിവാദമായി. അതായത് വെഞ്ഞാറമൂട് പുല്ലമ്പാറയിലും കണ്ടുള്ള ഒരു നാടക പ്രവർത്തകനായിട്ടുള്ള ഒരു വിജയൻ, അയാളെ S വിജയകുമാർ എന്നാണ് അയാളുടെ പേര്, പക്ഷേ അയാൾ അറിയപ്പെടുന്നത് കള്ളൻ വിജയൻ എന്നാണ്. അയാളെക്കുറിച്ചിട്ടുള്ള ഒരു ലേഖനമായിരുന്നു. അത് മാറ്റിവെക്കണം എന്നുള്ളതായിരുന്നു വിഷയം എന്നുള്ള നിലയിൽ ചർച്ചയായി. അത് വ്യാപകമായിട്ടുള്ള ചർച്ച വന്നു. അത് ദേശാഭിമാനിക്കും CPM-നൊക്കെ തന്നെ വലിയ തോതിൽ ക്ഷീണം സംഭവിച്ചു. അതിനെ തുടർന്ന് അതിൻ്റെ പിറ്റേ ദിവസമാണ് എന്ന് തോന്നുന്നു ദേശാഭിമാനിയുടെ പ്രസിഡന്റ് എഡിറ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ, M സ്വരാജ് എന്ന് പറയുന്ന CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വിശദമായി വന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെയും എല്ലാം പഴിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം സ്വതസിദ്ധമായ ശൈലിയിൽ നടത്തിയിട്ട് ഈ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഈ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേഖനം പ്രസിദ്ധീകരിച്ചുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായതേ അല്ല ഈ വിവാദമൊന്നും, അതൊരു സാങ്കേതികമായിട്ടുള്ള തകരാറായിരുന്നുവെന്നും, കള്ളൻ വിജയൻ എന്നൊക്കെ പറഞ്ഞ് ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടത്താനൊന്നും കാര്യമില്ല, അത് പല സൃഷ്ടികളൊക്കെ വരും, അതിനകത്ത് ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡാണ്, അതിനകത്ത് യാതൊരു കാര്യമില്ല. അവിടെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ഉള്ള വാദം അയാൾ പത്രസമ്മേളനത്തിൽ ഉയർത്തി, മാധ്യമ പ്രതികരണത്തിൽ ഉയർത്തി. എന്നിട്ട് മാധ്യമങ്ങളെ അത് അങ്ങോട്ട് പഴിച്ചു. മാധ്യമങ്ങളുടേതാണ് കുഴപ്പം, നിങ്ങളാണിത് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്, ഞങ്ങളുടെ പത്രത്തിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നട്ടാൽ കുറുക്കാത്ത നുണ അവിടെ തട്ടി മുടിച്ചു. ഞാനതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തു. അതിൻ്റെ ഇടയിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KR അജയൻ അവിടെ ചെന്ന് പോകുമ്പോൾ KR അജയൻ്റെ മുറി പൂട്ടിയിരിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള വാർത്തകൾ വന്നു. സ്വരാജ് ഈ പത്രസമ്മേളനം പറഞ്ഞ് പോയി. ആളുകൾക്കെല്ലാം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലായി. സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലമാണ്. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ? ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ ദേശാഭിമാനിയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള പുത്തലത്ത് ദിനേശനുണ്ട്. അയാൾ വാക്കാൽ ഈ
എഡിറ്റോറിയൽ പേജിൻ്റെ എഡിറ്ററായിട്ടുള്ള ഈ KR അജയനോട് നിങ്ങൾ ഇനിയുള്ള കാലം ഒന്നുകിൽ അവധിയിൽ പോകണം, അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് വാക്കാൽ പറഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. സുഹൃത്തുക്കളെ, സ്വാഭാവികമായത് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈ KR അജയനിൽ നിന്നല്ലാതെ എവിടെ നിന്നാണ് അത് പുറത്തേക്ക് വരാൻ കഴിയുക? അപ്പോൾ അത് ഈ KR അജയനിൽ നിന്ന് തന്നെയാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് സ്ഥിരീകരിക്കപ്പെട്ടൊരു സംഭവം എന്താ? അതിനു മുമ്പ് സ്ഥിരീകരിക്കപ്പെട്ടൊരു സംഭവം ഈ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞിട്ട് ഈ ലേഖനം ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചതാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. അത് എഴുതിയ ആൾ തന്നെ ആ ലേഖനം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഈ വാർത്തയാണ് പുറത്തു വരുന്നത്. ഒന്നുകിൽ ഈ രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ അവധിയിൽ പോകണം എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ട KR അജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് വാർത്ത. ആ വാർത്ത നിഷേധിക്കപ്പെട്ടിട്ടില്ല. ആ വാർത്ത പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് KR അജയൻ വഴിയാണെന്നുള്ളത് ഉറപ്പാണല്ലോ. അജയനോട് അങ്ങനെ ആവശ്യപ്പെടാതെ KR അജയനോട് അത് പുറത്തു വരില്ല എന്നുള്ളതും വ്യക്തമാണല്ലോ. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് സന്ദേശം വളരെ വ്യക്തമാണ്. അതായത് ആദ്യം ഉണ്ടായ സംഭവം വളരെ വ്യക്തമാണ്. PS അച്യുതാനന്ദനെ മഹത്വവൽക്കരിക്കുകയും വിജയനെ മോശമാക്കുകയും ചെയ്യുന്ന ലേഖനങ്ങൾ ഇതിനകത്ത് വരുന്നത് CPMൻ്റെ നേതൃത്വം അവർ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് അവരത് മാറ്റിവെച്ചു. അതായിരുന്നു വസ്തുത എന്നുള്ളത് വ്യക്തം. ആ സംബന്ധിച്ച് നട്ടാൽ കുറുക്കാത്ത നുണ M സ്വരാജ് പറഞ്ഞു. അതിൻ്റെ പുറകെ ഗോവിന്ദനും എന്ന് പറഞ്ഞു. ഗോവിന്ദൻ പിന്നെ അങ്ങനെ പറയുന്നതിൽ നമ്മൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഗോവിന്ദൻ അങ്ങനെ തന്നെയാണല്ലോ സ്ഥിരമായിട്ട് പറയുന്നത്. അതുകൊണ്ട് അതിനകത്തേക്ക് നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെന്തായിരുന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു. എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നേതാക്കന്മാർ വന്നിട്ട് പറഞ്ഞത് എന്നുള്ളതും നമ്മൾ കേട്ടു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇത് ചെയ്ത മാധ്യമപ്രവർത്തനങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കോളണം, അല്ലെങ്കിൽ അവധിയെടുത്ത് എന്താണെന്ന് വെച്ചാൽ പോയിക്കോണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കന്മാർ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപങ്ങളാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവല്ലേ സുഹൃത്തുക്കളെ ഇത്? നട്ടാൽ കുറുക്കാത്ത നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് CPMൻ്റെ നേതാക്കൾ എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമല്ലേ ഈ സംഭവിച്ചിരിക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല എന്ന് പുറത്തു വന്ന് പറയുക, ഈ വിവാദം പൂർണ്ണമായി കെട്ടിച്ചമച്ചതാണ് എന്ന് പുറത്തു വന്ന് പറയുക, ഒരു നടപടിയും ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പുറത്തു വന്ന് പറയുക, എന്നിട്ട് ഉള്ളാലെ നടപടിയെടുക്കുക. ആലോചിച്ചു, ഒരു രാഷ്ട്രീയ പാർട്ടി വെച്ചാൽ CPM എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രത്യേക പാർട്ടിയൊന്നും അല്ലെങ്കിൽ പോലും ഇരട്ടത്താപ്പിൻ്റെ അങ്ങേ അറ്റം എന്ത് പറയുന്നോ അതിനെതിരായി ചെയ്യുക, എന്ത് ചെയ്യുന്നോ അതിനെതിരായി പറയുക, ഇത് മുഖമുദ്രയാക്കിയ ഒരു പാർട്ടിയാണ് CPM എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവല്ലേ സുഹൃത്തുക്കളെ ഈ കള്ളൻ വിജയൻ വിവാദം? ഒന്നുമില്ലെന്ന് പറയുക, അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്ന് പറയുക, അത് പരസ്യമായി പറയുക, അത് സ്വതസിദ്ധമായ ഭാഷയിൽ പറയുക, പറഞ്ഞതിന് ശേഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ട് അത് ചെയ്ത ആൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. പിണറായി വിജയന് ദോഷം വരുന്ന, പിണറായി വിജയൻ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റെന്നൊക്കെയാണല്ലോ വലിയ ചർച്ചകൾ ഇപ്പം കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫലത്തിൽ വിജയൻ എന്തെങ്കിലും ഒരു ദോഷമുണ്ടാകുന്ന ഒരു കാര്യം പോലും ഈ പാർട്ടിയായി ബന്ധപ്പെട്ടോ പാർട്ടിയുടെ മുഖപത്രത്തിലോ വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമല്ലേ ഇത്? അവിടെയും വലിയൊരു ഇരട്ടത്താപ്പല്ലേ? വിജയനാണ് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദി എന്ന് കേന്ദ്ര കമ്മിറ്റി ചർച്ച നടത്തുക, അത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക. എന്നാൽ വിജയന് എന്തെങ്കിലും ഒരു ചെറിയ പരിക്കുണ്ടാക്കുന്ന ഒരു കാര്യവും ഈ പാർട്ടിയിൽ നടക്കാൻ പാടില്ല എന്ന് നേതൃത്വം സമ്മതിക്കുന്നതിന് തുല്യമല്ലേ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിന് ഇനിയിപ്പോൾ വലിയ കാലാവധി ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇത് തെറ്റിദ്ധരിച്ചൽ എന്നൊക്കെ പറയുന്നത് ഈ തൊലിപ്പുറമേയുള്ള ചികിത്സയാണെന്നുള്ള കാര്യത്തിൽ ഈ ആരും തർക്കവുമില്ല. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കള്ളൻ വിജയൻ വിവാദം. ഇരട്ടത്താപ്പ്, എന്നാൽ ഇരട്ടത്താപ്പേ നിന്റെ പേരോ CPM എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ കള്ളൻ വിജയൻ വിവാദം വന്നിരിക്കുന്നത്. ഒന്ന് പറയുക, അതിനെതിരായി ചെയ്യുക, ഒന്ന് ചെയ്യുക, അതിനെതിരായി പറയുക. അത് ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും പറയുന്നതിനൊന്നും യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു കൂട്ടം നേതാക്കന്മാർ
അങ്ങനത്തെ ഒരു പാർട്ടിയായി ഈ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് വലിയ തോതിൽ ആയുസ്സുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒരു കാരണവശാലും സുഹൃത്തുക്കളെ കഴിയില്ല.